ഹലോ ഗൈസ്, അനീഷാണ്. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ട്രെയിൻ സർവീസിനെ പറ്റിയാണ് കേട്ടോ. അതായത് ഒരു മെമു സർവീസ് എന്നറിയപ്പെടുന്ന ഒരു ട്രെയിൻ സർവീസ് നമ്മുടെ തിരൂരിൽ നിന്നും ജസ്റ്റ് ഷൊർണൂരിൽ നിന്നും കണ്ണൂർ വരെയും കണ്ണൂരിൽ നിന്ന് ഷൊർണൂർ വരെയുള്ളൊരു രണ്ട് സമയത്തായിട്ടുള്ളൊരു യാത്ര ട്രെയിനാണത്. ഇത് തീർത്തും ഒരു ജനറൽ ട്രെയിനാണ്, പാസഞ്ചർ ട്രെയിനാണ്. ഫുള്ളായിട്ട് ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത അതാണ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ പ്രത്യേകിച്ചും ഇത് ഒരു പാസഞ്ചർ ട്രെയിനാണെന്നുണ്ടെങ്കിലും നോർമൽ കാണുന്ന ഒരു പാസഞ്ചർ ട്രെയിനിനെ പോലെയല്ല ഇതിൻ്റെ ഒരു പുറമേ ഉള്ള വ്യൂ ആണെന്നുണ്ടെങ്കിലും പുറത്ത് ഉള്ളിലേക്കുള്ളതാണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഇത് ട്രെയിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു സ്പെഷ്യൽ സർവീസാണ് പ്രത്യേകിച്ചും. ശരിക്കും പറഞ്ഞാൽ ഒരു മെട്രോയിൽ യാത്ര ചെയ്യുന്ന ഫീലാണ് ശരിക്കും നമുക്കിത് കിട്ടുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉള്ളിലുള്ള ഫെസിലിറ്റീസ് ആവട്ടെ, പിന്നെ ഇതിൻ്റെ സ്പീഡ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ സ്പീഡ്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളെല്ലാം ഫുള്ളി കണക്റ്റഡ് ആണ് ഇത്. അതായത് നമ്മൾ ജനശതാബ്ദിയിലൊക്കെ കാണുന്ന പോലെ അതായത് ജസ്റ്റ് എല്ലാ കമ്പാർട്ട്മെൻറ്റുകളും കണക്റ്റഡ് ആണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പോൾ ഇന്ന് ഞാൻ കയറിയ ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് ബ്ലോക്കാണ്. ജസ്റ്റ് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവുമായിരിക്കാം ഇതിന്. പ്രത്യേകിച്ചും ഇതിൽ ഓരോ സ്റ്റോപ്പുകൾ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അലർട്ടുകൾ അറിയിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും ഇന്ന സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ. മെട്രോയിലൊക്കെ കാണുന്ന പോലെ തന്നെ സെയിം സ്പീഡിലാണ് ഇതിൻ്റെ യാത്ര. അതായത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് മെട്രോയിൽ സ്റ്റേഷനിൽ പോയ ആളുകളാവട്ടെ, മെട്രോയിൽ യാത്ര ചെയ്ത ആളുകൾക്ക് ആവട്ടെ, അവർക്കറിയാം മെട്രോ ട്രെയിൻ വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ട്രെയിൻ വരുന്നതും വളരെ പെട്ടെന്നാണ് ഇത് പോകുന്നതും. അതിൻ്റെ ഒരു ആക്സിലറേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതേ അവസ്ഥ തന്നെയാണ് ഇതിനും ഉണ്ടാവാറ്. ട്രെയിന് നമുക്ക് ഓരോ സ്റ്റേഷനിൽ നിർത്തി തിരിച്ചെടുക്കുന്ന ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സ്പീഡ്, ഒരു ഹമ്മിങ് സൗണ്ടോട് കൂടി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇത് മൂവ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഈ ട്രെയിനിൻ്റെ ഓരോ ബോഗികളിലും മോട്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യൽ മോട്ടറുകളുണ്ട്. ആ മോട്ടറുകൾ ഉള്ളത് കൊണ്ടാണ് ട്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് പറയും. നോർമലി നമ്മുടെ മറ്റുള്ള ട്രെയിനുകൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വരെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറ് ശരിക്കും അതൊരു വളരെ സ്ലോയിലാണ് സ്റ്റാർട്ടിങ് സമയത്ത് എടുക്കുക. പിന്നെ പിന്നെ പതിയെ പതിയാണ് അതിൻ്റെ മൂവിങ്ങിൻ്റെ സ്പീഡ് കൂടി വരുന്നത്. പിന്നെയാണ് അത് വളരെ ഫാസ്റ്റായിട്ട് റൺ ആവാൻ തുടങ്ങുക. പക്ഷേ ഇതങ്ങനെയല്ല. ഓരോ സ്റ്റേഷനിൽ തന്നെ ഈ ട്രെയിൻ എടുക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റാണ് ഇതിൻ്റെ യാത്ര ഉണ്ടാവാറ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ വളരെ രസകരമായിട്ടുള്ള ട്രെയിൻ സർവീസ് ആയിരിക്കും കേട്ടോ. രാവിലെ 5:55 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. തിരിച്ച് 7:55 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7:55 തിരിച്ച് കോഴിക്കോട് റെയിൽവേ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് തിരൂരേക്ക് വരാൻ കഴിയും. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ചും നല്ലൊരു അപ്പിയറൻസിലുള്ള ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് ഇൻസൈഡൊക്കെ ഓവർ റഷ് അല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് യാത്രയുടെ ഒരു മടുപ്പോ ക്ഷീണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഫസ്റ്റിൽ യാത്ര ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മുഷിപ്പ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് തിരൂർ റെയിൽവേയിൽ വന്നതിന് ശേഷം ഈ ട്രെയിൻ തിരിച്ചു പോകുന്നൊരു സീനാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ ഫാസ്റ്റായിട്ടാണ് ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങുന്നത്. പെട്ടെന്ന് കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ട്രെയിൻ മൂവായി പോവുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഒരു ആദ്യത്തെ ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ ഈ ഒരു ട്രെയിനിൽ തന്നെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിൻ യാത്ര ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല എന്ന് ഞാൻ 100% എഗ്രി പറയാം. നോർമലി ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് തിരക്കുള്ള ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് ട്രെയിൻ ഇനി ഞാൻ ഒരിക്കലും കയറില്ല. എൻ്റെ മകൻ ഉൾപ്പെടെ ഒരു തവണ തൃശ്ശൂരേക്ക് എൻ്റെ കൂടെ വന്ന് സീറ്റ് കിട്ടിയിട്ട് പോലും അവനക്കത് ഭയങ്കര അരോചകം ഫീൽ ചെയ്തതായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രെയിനിൽ തീരെ യാത്ര ചെയ്യാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ട്രെയിൻ സർവീസ് കൊടുക്കുന്ന സമയത്തേക്ക് ഈ ഒരു ടൈം അറേഞ്ച് ചെയ്യാൻ പരമാവധി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ കമൻസ് കാര്യങ്ങൾ അറിയിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണേ. ഓക്കെ, ബാക്കി ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ.